ജീവിക്കാൻ. ഇത് ഇപ്പൊ കുറച്ച് ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ റീസെന്റ് കുറച്ച് ട്രോളുകളൊക്കെ കണ്ടു. അപ്പം സന്തോഷ് ജോർജ് കുളങ്ങര പണ്ട് വളരെ പ്രതിസന്ധിയിലൊക്കെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ തിരിച്ചു പറയുന്നു. അപ്പൊ പൊതുവെ ഈ ഒരു നിലയിലൊക്കെ ഞാൻ എന്താണ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പ്രതിസന്ധി ഘട്ടമൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതാണ്, അതാ പറഞ്ഞു, ഇത് കേട്ട് കേൾവിയാണ്. ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാത്ത ആളാണെന്നാണ് ഈ ട്രോൾ ഉണ്ടാക്കിയ ആൾ വിശ്വസിച്ചെന്നുള്ളതാണ് പ്രശ്നം. ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ, എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഇന്ന് വരെ ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന ആളാണ്. അതിനകത്ത് ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഈ കഴിഞ്ഞ ഞായറാഴ്ച കൂടെ ഞാൻ പള്ളിയിൽ പോയ ആളാ. മരങ്ങാട്ടുപള്ളിക്കാർക്ക് ആരോട് ചോദിച്ചാലും പറയും. എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്തിലെ ഏറ്റവും എന്താണ് പള്ളിയിൽ പോയി ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ, അത് പല കാരണങ്ങളുണ്ട്. ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. ആ ഞായറാഴ്ച ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മരങ്ങാട്ടുപള്ളിയിലുണ്ടെങ്കിൽ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ടാവും. പല കാരണങ്ങളും. ഒന്ന്, ആ പള്ളിയിൽ ആണ് ഞായറാഴ്ച എൻ്റെ ഗ്രാമത്തിലെ ആളുകളെല്ലാം വരികയും ഞങ്ങൾ ഒത്തുചേരുകയും ചെയ്യുന്ന എൻ്റെ ഒരു സോഷ്യലൈസേഷൻ അവിടെയാണ്. ഒന്ന് എൻ്റെ സമൂഹം. രണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈശ്വരവിശ്വാസി അല്ലെന്ന് തെറ്റായ ധാരണയാണ്. എനിക്ക് ഈശ്വരനെ കുറിച്ചൊരു ധാരണയുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ഈശ്വരൻ ചെയ്യുന്ന വികൃതി എല്ലാം കാണിക്കുന്ന ഈശ്വരനല്ല. നിങ്ങളെ കുറച്ചുകൂടെ മാന്യൻ മാത്രമല്ല, നല്ല ബോധമുള്ള, ശാസ്ത്രബോധമുള്ള ഒരാളുണ്ട് എൻ്റെ ദൈവം. മനസ്സിലായില്ലേ? ആ ദൈവത്തിന് ഭൂമി ഉരുണ്ടതാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഈ പ്രപഞ്ചത്തിന്റെ കോടാനുകോടി നക്ഷത്രങ്ങളെ കുറിച്ചും അതായത് ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെ കുറിച്ചും അറിയാം. ആ ദൈവത്തിന് ഉള്ള കഴിവെന്താണെന്നറിയോ? സന്തോഷ് ജോർജ് കുളങ്ങര സമൂഹത്തോട് എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നത് പോലും ആ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പോലും ഞാൻ എന്ത് പറയണമെന്ന് ആ ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ പിന്നെ ദൈവവിശ്വാസിക്ക് അതല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ദൈവവിശ്വാസിയാണ് ഞാൻ. 100% ദൈവവിശ്വാസിയാണ്. പക്ഷെ എന്റെ ദൈവവിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാന് നിങ്ങൾ കരുതുന്ന ദൈവങ്ങള്, ദൈവത്തിന്റെ ചപലതകള്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ദൈവത്തിന്റെ പടം ഒരു പള്ളി നമ്മൾ കാണുകയാണെങ്കിൽ, പള്ളികളിലാണെങ്കിൽ പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ നരച്ച താടിയും നരച്ച മുടിയൊക്കെ ഉള്ള ഒരു കക്ഷിയല്ലേ? പലയിടത്തും പരിശോധിച്ചിരുന്നത്. ഇപ്പോഴല്ല, എന്റെ ബാല്യകാലത്തൊക്കെ അങ്ങനെയാ. മിനിമം ഈ ചെറുപ്പക്കാരനായ ജീസസ് ക്രൈസ്റ്റിന്റെ ഫാദറാണല്ലോ. അപ്പൊ ദൈവത്തിന് നരച്ച താടി ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും വയസ്സായതായിരിക്കുമല്ലോ. അപ്പൊ കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴോ മരിച്ചു. ദൈവങ്ങളുടെ സങ്കല്പം പലതാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നും അല്ല എന്റെ ദൈവസങ്കല്പം. ഞാൻ ഈ പറഞ്ഞു വന്നത് അത്തരം ബാലിശമായി, അതായത് 500 കൊല്ലം മുമ്പത്തെ